നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗലേഷ്യൻസ് ആണ്. അതിൻ്റെ 2 പാർട്ട് അല്ലെങ്കിൽ ഏകദേശം ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ 3 പാർട്ട് നമ്മൾ കഴിഞ്ഞു. വീണ്ടും ഞാൻ ഒന്നും കൂടെ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു വചനത്തിൽ കൂടെ ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുക. ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത് വേറൊരു സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നൊരു കാര്യമാണ്. പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്തൊരു ക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഇപ്പം. കാരണം യെരുശലേമിൽ നിന്നും അതുപോലെ തന്നെ അന്ത്യോക്യയിൽ നിന്നുമൊക്കെ ചില യഹൂദന്മാർ ഗലാത്യ സഭകളിലേക്ക് കടന്നുപോയി അവരവിടുത്തെ ജനത്തെ ഇളക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അവർ യഹൂദന്മാരായിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തിൽ കൂടെ അല്ലെങ്കിൽ ദൈവവും അബ്രഹാമും കൂടെയുള്ള ഉടമ്പടി മുഖാന്തരമുള്ള പരിച്ഛേദന എന്ന് പറഞ്ഞ കാര്യം അവരും ഏറ്റില്ലെങ്കിൽ ജാതികളെ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിലവാരത്തിലേക്ക് അവർ മാറുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു, നമ്മളെല്ലാവരും ഗോസ്പൽ എന്ന് കേട്ടിട്ടുണ്ടല്ലേ, സുവിശേഷം. പക്ഷേ ഇതിൻ്റെ ആഴമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ തുടർന്ന് നമുക്ക് മുമ്പോട്ട് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത്. ഗോസ്പൽ എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് എന്ന് ഞാൻ പറഞ്ഞല്ലേ, ഗുഡ് ന്യൂസ്, മനോഹരമായ വാർത്ത. അപ്പോൾ ഈ ഗുഡ് ന്യൂസിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള എബ്രായ പദങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ പദങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം പൗലോസിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അപവാദം എന്ന് പറഞ്ഞാൽ പൗലോസ് ഒരിക്കലും യഥാർത്ഥമായിട്ട് മതി അങ്ങനെ കിടന്നുണ്ട്. താങ്ക് യു. പൗലോസ് യഥാർത്ഥമായിട്ടും ജനങ്ങളെ തെറ്റിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ യഹൂദന്മാർ പറഞ്ഞു വരുത്തിയത്. കാരണം സുവിശേഷം എന്ന് പറഞ്ഞ് പൗലോസ് പറയുമ്പോൾ പൗലോസ് എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുന്നു. കാരണം പഴയ നിയമത്തിൽ അവർ അനുഷ്ഠിച്ചു വന്ന ആ ഒരു ദൈവത്തിൻ്റെ കൽപ്പനകൾ കൂടാതെ അവർ എഴുതിയുണ്ടാക്കിയ കൽപ്പനകൾ പ്രകാരം അവർ ഭയങ്കരമായിട്ടുള്ള ചില ആചാരങ്ങൾക്കകത്ത് നിൽക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത് പരിച്ഛേദന വേണ്ടാന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പൗലോസിനെ വചനത്തെ കോട്ടിക്കളയുന്നവൻ അല്ലെങ്കിൽ ലഘൂകരിക്കുന്നവൻ എന്നുള്ളൊരു പേര് കൊടുത്തുകൊണ്ടാണ് അവർ പൗലോസിനോട് എതിർക്കുന്നത്, അല്ലെങ്കിൽ പൗലോസിൻ്റെ വചനങ്ങളോട് എതിർത്ത് നിൽക്കുന്നത്. അപ്പോൾ പൗലോസ് ഇവരോട് പറയുന്നത്, ഞാൻ 1-ാമത്തെ വാക്യം പോലെ താഴോട്ടൊന്ന് വായിച്ച് നമുക്ക് അതിനകത്തോട്ട് കടന്നു പോകും. 1-ാമത്തെ വാക്യം പോലെ ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു, അല്ലേ? അപ്പോൾ ഇതാണ് ഗോസ്പൽ എന്ന് പറയുന്നത്. ഗോസ്പൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴമായ അർത്ഥം ഞാൻ പറഞ്ഞു. അത് എബ്രായ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ബിസർ എന്നും അതിൻ്റെ നൗണായിട്ടുള്ള ഭാഗം ബെസോറ എന്നും പറഞ്ഞ 2 വാക്കുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഗുഡ് ന്യൂസ് എന്നാണ്. അതേപോലെ തന്നെ അടുത്ത ഒരു വാക്കും കൂടെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, യുവാങ്കേലിയോൻ എന്ന് പറഞ്ഞൊരു വാക്ക്. മലയാളത്തിൽ ഏവൻഗേലിയോൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ യുവാങ്കേലിയോൻ എന്ന് പറഞ്ഞ വാക്ക് 2 വാക്കിൽ നിന്നും ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നിന്നും, മറ്റേത് ബിസറും ബിസോറായും ഹീബ്രു ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് വന്ന 2 വാക്കുകളാണ്. എന്നാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യുവാങ്കേലിയോൻ എന്ന് പറഞ്ഞ വാക്ക് വീണ്ടും 2 വാക്കുകളെ അവിടെ എടുത്തു കാണിക്കുന്നു. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് എന്നും ഏഞ്ചലിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റും എന്നു ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഈ 2 പശ്ചാത്തലവും ഒരുപോലെ നമുക്ക് തോന്നുമെങ്കിലും യുവാൻഗേലിയോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ യേശു കർത്താവിലേക്ക് നാം കടന്നു വന്നാലേ പറ്റത്തുള്ളൂ. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ രാജ്യം വരുന്നു. എന്തുകൊണ്ടാണ് യെശയ്യാവ് അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ പ്രവാചകന്മാർ മീഖ പ്രവചനത്തിനകത്ത് പറയുന്നുണ്ട്, ഇവരെല്ലാം എന്തുകൊണ്ടാണ് പുതിയൊരു രാജ്യത്തെയും പുതിയൊരു കിങ്ഡത്തെയും കുറിച്ച് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ആദാമ്യ സന്തതിയിൽ നിന്നും മനുഷ്യൻ പാപത്തിൽ വീഴ്ത്തപ്പെട്ട് മുമ്പോട്ട് കടന്നു വരുമ്പോൾ, അത് ഞാൻ പിന്നീട് കടന്നു പോകാം, മുമ്പോട്ട് കടന്നു വരുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. വീണ്ടും നമ്മൾ കടന്നു വന്നു, ദാവീദിൻ്റെ സിംഹാസനം നമ്മൾ കണ്ടു, നല്ല ഒരു ഭരണം ദാവീദ് കാഴ്ചവെച്ചു, തൻ്റെ കാലം കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ബിസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ ന്യൂസ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ന്യൂസായിട്ടാണ് ബിസർ കാണുന്നത്. അത് ഒരു ഗുഡ് ന്യൂസാണ്. ദാവീദിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ദാസൻ വന്നിട്ട് പറഞ്ഞു, താൻ യുദ്ധം ജയിച്ചിരിക്കുന്നു. അപ്പോൾ യുദ്ധം ജയിച്ചു എന്ന് കേൾക്കുന്നത് ഒരു ഗുഡ് ന്യൂസാണ്. അതേപോലെ തന്നെ ദാവീദിൻ്റെ മരണശേഷം തൻ്റെ സിംഹാസനത്തിലേക്ക് ശലോമോൻ രാജാവായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ അതും ഒരു ഗുഡ് ന്യൂസാണ്. പുതിയൊരു രാജാവിനെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ അതിൻ്റെ ആ നൗണായിട്ട് പറയുന്ന വേർഷനാണ് ബെസോറ. അപ്പോൾ ബിസർ യുദ്ധം ജയിച്ച് ദാവീദ് സിംഹാസനത്തിലിരിക്കുമ്പോൾ ഗുഡ് ന്യൂസ് കേൾക്കുന്ന ആ ഒരു വാക്കിനാണ് ബിസർ എന്ന് പറയുന്നത്. ബെസോറ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ദാവീദിൻ്റെ മരണശേഷം ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത തലമുറയായിട്ട് കടന്നു വന്ന ശലോമോനെ കുറിച്ച് പറയുമ്പോൾ അത് നൗണായിട്ട് പറയുന്നു, അത് ബിസോറ എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ യുവാൻഗേലിയോൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, ഒരുവൻ വരുന്നുണ്ട്, അവൻ രാജാവായിട്ട് എഴുന്നള്ളാൻ പോവുകയാണ്. കാരണം അന്ന് വരെ ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഭരണത്തിന് ശേഷം, ശലോമോൻ്റെ കാലത്തിന് ശേഷം പിന്നീട് വന്ന രാജാക്കന്മാർക്കൊന്നും തൻ്റെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾക്കകത്ത് വിശ്വസ്തത പുലർത്തുവാൻ സാധിച്ചില്ല. അവരെല്ലാം ആ ഒരു രീതിയിൽ ദുർഭരണങ്ങളും അല്ലെങ്കിൽ ദൈവത്തെ വിട്ട വഴികളിലും ജീവിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ വന്ന് ദൈവത്തിന് വേണ്ടി ശബ്ദമായി തീർന്നു. ദൈവത്തിൻ്റെ രാജ്യം വരാൻ പോവുകയാണ്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് ജൂവിഷ് എസ്കറ്റോളജി. ദൈവത്തിൻ്റെ ക്രിയേഷൻ നമ്മൾ കാണുന്നു. അവിടെ ആദത്തിൽ നിന്ന് ജനിച്ച മനുഷ്യൻ പാപത്തിൽ വീഴ്ത്തപ്പെട്ടു. അപ്പോൾ ഈ ജൂവിഷ് എസ്കറ്റോളജി മുഖാന്തരമായിട്ട് അവർ ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പാപത്തിൻ്റെതായിട്ടുള്ള കാലഘട്ടം കഴിയുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള രാജ്യം ദൈവം സ്ഥാപിക്കുമെന്ന് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത് യുവാൻഗേലിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അല്ലേ? യോഹന്നാൻ വന്ന് വിളിച്ചു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ഇതെല്ലാം യേശുവിൻ്റെ ശുശ്രൂഷയിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് കാണുന്ന കാഴ്ച എന്തുവാണെന്നറിയാമോ? യെശയ്യാവ് പറഞ്ഞത് വെച്ചിട്ട് യേശു കർത്താവ് അതിനെ വീണ്ടും സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച്. അപ്പോൾ യഹൂദൻ്റെ കൺസെപ്റ്റ് പ്രകാരം അവരുടെ പഴയ ആ പാപപ്രവർത്തികളിൽ നിന്നും മശിഹ കടന്നു വരുമ്പോൾ പുതിയൊരു രാജ്യത്വം സ്ഥാപിക്കപ്പെടുമെന്നും ആ രാജ്യത്വം മുഖാന്തരമായിട്ട് അവരുടെ ജീവിതത്തിനകത്ത് എന്നും സ്വസ്ഥതയുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ ആ ഒരു ജൂവിഷ് എസ്കറ്റോളജി മുഖാന്തരമായിട്ട് അവരുടെ കാലഘട്ടങ്ങൾ രണ്ടായിട്ട് മാത്രം അവർ കാണുന്നത്. ഒന്ന്, പാപത്തിൽ വീഴ്ത്തപ്പെട്ട ഈ പ്രസന്റ് ഇവിൾ ഏജ്. അത് പൗലോസ് ഗലാത്യ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, താഴോട്ട് വായിക്കുമ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് എന്ന് വായിച്ച ആ വാക്യം. ഗലാത്യർ 1:3 പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചത് ദുഷ്ടലോകത്തിൽ നിന്നല്ലേ? അതാ ഞാൻ മുമ്പേ അവിടെ കാണിച്ചത്. അവരുടെ ആ ജൂവിഷ് എസ്കറ്റോളജി പ്രകാരം ദ പ്രസന്റ് ഇവിൾ ഏജ്, ഇപ്പോഴത്തെ ദുഷ്ടയുഗം, അതിൽ നിന്നും അവർക്കൊരു വിടുതൽ ഉണ്ടാകുമെന്ന് കാണുന്നത് മശിഹയുടെ വരവോടുകൂടിയാണ്. അപ്പോൾ മശിഹ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് എന്തുണ്ടാകത്തുള്ളൂ? പുതിയൊരു കിങ്ഡം, പുതിയൊരു രാജ്യഭരണം അവർക്കുണ്ടാകത്തുള്ളൂ. അന്നത്തെ കാലത്തെ പ്രവാചകന്മാർ പ്രവചിച്ചപ്പം രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, അല്ലേ? എന്നാൽ ഇവരുടെ ഇടയിലേക്ക് മശിഹ കടന്നു വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവരുടെ ചിന്തയിൽ നിന്നും വിഭിന്നമായിട്ടും മെസിയാനിക് എസ്കറ്റോളജി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു കാര്യം അവിടെ വെളിപ്പെടുക. യുഗാന്ത ശാസ്ത്രത്തിനകത്ത് മശിഹ കടന്നു വരിക. ഓൾറെഡി മശിഹ എന്ത് ചെയ്തു? അവിടെ കടന്നു വന്നു. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ മരണവും അവൻ്റെ പുനരുദ്ധാനവും പിന്നീടുള്ള സമയത്ത് തുടങ്ങി വെച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ ഒരു പ്രസൻറ്റ് ഇവിൾ ഏജ് കടന്നു പോകുന്ന അതേ സമയത്ത് തന്നെ പാരലായിട്ടാണ് ദൈവത്തിൻ്റെ കിങ്ഡം കടന്നു വന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിപ്പം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ തന്നെ ആണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്താണ്? ദുഷ്ടയുഗമാണ്, അല്ല, ദുഷ്ടകാലഘട്ടം. ഇവിൾ പ്രസൻറ്റ് ഇവിൾ ഏജാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ദൈവ പൈതലായിട്ട് നിൽക്കുവാൻ സ്ട്രഗിൾ ചെയ്യുന്നത്? കാരണം പാരലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തിൻ്റെ, ഒരു സിസ്റ്റത്തിൻ്റെ
മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ദിവസം നമുക്ക് ആത്മാവിൽ ആരാധിക്കണമെന്ന് തോന്നുന്നു, നമ്മൾ നല്ലോണം ആത്മാവിൽ ആരാധിക്കുന്നു. അതേസമയം വീട്ടിൽ തിരിച്ച് എന്ന് കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾക്കകത്തോട്ട് കടന്നു പോകുമ്പോൾ വീണ്ടും പിശാച് എന്ത് ചെയ്യും? ആ ദുഷ്ടലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കും. നമ്മൾ എത്ര വിശ്വാസികളാണെന്ന് പറഞ്ഞാലും, എത്ര ദൈവമക്കളാണ് നമ്മൾ അവകാശപ്പെട്ടെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രഭു നമ്മളെ നോക്കി നിൽക്കുകയാണ്, നമ്മളെ ഏത് സമയത്തും തെറ്റിച്ച് കളയുവാൻ. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, പത്രോസ് പറയുന്നത്, ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഭക്തനെന്നോ അഭക്തനെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ദൈവവൈതലെന്നോ സാധാരണ മനുഷ്യരെന്നോ ഒന്നും വ്യത്യാസമില്ല. മനുഷ്യനായിട്ട് ജനിച്ചു വീണ ഓരോ വ്യക്തികളോടും പോരാട്ടമുള്ളത് പിശാച് നമ്മളോട് പോരാടുകയാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, അടുത്തതിലോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ യേശു കർത്താവിൻ്റെ ജനനത്തോടുകൂടി ദൈവരാജ്യം അവിടെ സ്ഥാപിതമാക്കുവാൻ വേണ്ടിയുള്ള ഇനാഗ്രേഷൻ കഴിഞ്ഞു, അല്ലേ? യേശു കർത്താവിൻ്റെ ജനനത്തോടുകൂടി ആ കിങ്ഡം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനകത്തേക്ക്, അല്ലെങ്കിൽ ദൈവിക രാജ്യം എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി കാര്യങ്ങൾ വന്നെത്തി. അപ്പം പുതിയ സൃഷ്ടിയുടെ ആരംഭമായി അവിടെ. കാരണം ഞാൻ പറഞ്ഞു, ഏദനിൽ മനുഷ്യൻ വീണുപോയ മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി വീണ്ടും അതിനെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി നമുക്കൊന്നുകൂടെ ആരെങ്കിലോട്ട് പോകാം. ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 42:1. യെശയ്യാവ് 42:1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ശ്രദ്ധിച്ചോ? അവിടെ പ്രവാചകൻ യെശയ്യാവ് വർഷങ്ങൾക്ക് മുമ്പ്, യേശു കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറയുക, ഇതാ എൻ്റെ ദാസൻ, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. സങ്കീർത്തനം 2:6-7 വാക്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാം. സങ്കീർത്തനം 2:6-7 വാക്യങ്ങൾ. ഓക്കെ, സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വരുമ്പോൾ സ്വർഗം തുറന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്ക്, വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ ദൈവരാജ്യം എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിനകത്ത് തുറന്നു കിട്ടപ്പെട്ടത് യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെടുവാൻ ഇറങ്ങി വന്നപ്പോഴാണ്. അവിടെ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. നമ്മുടെ ഈ നമ്മളിന്ന് കാണുന്ന ലോകത്തിൽ നാം വന്നെത്തുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരു ന്യൂ ക്രിയേഷൻ ഉണ്ടായിരുന്നു, അല്ലെ? പുതിയൊരു ക്രിയേഷൻ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവിടെ മനോഹരമായൊരു ഭൂമിയായിരുന്നു. മനുഷ്യനെ അവിടെ സകലത്തിൻ്റെ മേലും വാഴുവാൻ ദൈവം ആക്കി വെച്ചു. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ തലമുറകൾ പാപികളായി മാറി. അവൻ ആദ്യത്തെ പുത്രൻ തന്നെ കൊലപാതകിയായി മാറി. അവിടെ അങ്ങനെ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയവരെ വീണ്ടും ദൈവം ന്യായം വിധിച്ചു. നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായി. അതിനുശേഷം ദൈവം വീണ്ടും തൻ്റെ രാജ്യത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, തൻ്റെ ജനത്തെ വീണ്ടും മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അപ്പോൾ അബ്രഹാമിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പുതിയ ഭൂമിക്കും പുതിയൊരു സൃഷ്ടിക്കും വേണ്ടി ദൈവം കണ്ടപ്പോൾ വീണ്ടും കടന്നു വന്ന് ദാവീദിന്റെ കാലം വന്നു. മനോഹരമായ ഭരണം നടന്നു. എല്ലാം കഴിഞ്ഞ് ആദ്യം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. പിന്നീട് സ്വന്തം ജനമായ ഇസ്രായേൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്തേക്ക് ജനം കടന്നു വരാതെ അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അദൃശ്യ ശക്തികൾ ആ രാജ്യത്തെ തകർക്കുവാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ ലോകത്ത് പോരാട്ടമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് സഭയും 2 കുടുംബവുമാണ്, ഫാമിലിയുമാണ്. ഒരു കുടുംബത്തെ തകർത്ത് കഴിഞ്ഞാൽ പിശാചിന് അവിടെ വളരെ ഈസിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഒരു സഭയെ തകർത്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദർശനങ്ങൾ ദേശത്തുനിന്ന് മാറ്റിക്കളയാൻ പറ്റും. അതുകൊണ്ട് നാം ഇന്ന് വളരെ ചിന്തയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായിരിക്കണം. കാരണം സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വില കൊടുത്തതാ. നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സഭ ഈ ചർച്ചിനകത്ത് കൂടി വരുന്ന എല്ലാവരുമല്ല, ക്രിസ്തുവിൻ്റെ ഹൃദയം മനസ്സിലുള്ളവർക്ക്, ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ തെരഞ്ഞെടുത്തവരാണ് ദൈവത്തിൻ്റെ സഭ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കാരണം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരുപാട് സഭകൾക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നല്ലേ. കാരണം ഇത് അന്ത്യകാലമാകയാൽ എന്തുവാ സംഭവിക്കുന്നത്? വചനം പറയുന്നത് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങളോടും വാഴ്ചകളോടും, അല്ലേ? അധികാരങ്ങളോടും വാഴ്ചകളോടും പോരാട്ടമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തോ സംഭവിക്കുന്നു?
നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാതെ നമ്മുടെ ജഡം അവിടെ പ്രവർത്തിക്കുക. അവിടെ ഞാൻ പറഞ്ഞു, യേശു കർത്താവ് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനപ്പെട്ടപ്പോൾ ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, അവിടെ അതിനു മുമ്പ് അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിനകത്ത് ഉള്ള വാഗ്ദത്തം അവിടെ നിറവേറുകയാണ്, അല്ലേ? തലമുറകളുടെ വാഗ്ദത്തം അവിടെ നിറവേറുകയാണ്. സങ്കീർത്തനത്തിനകത്ത് കണ്ടു, ദൈവം തൻ്റെ പുത്രനെ അധികാരപ്പെടുത്തുന്നു. നമ്മൾ യെശയ്യാവിൽ കണ്ടു, ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാക്കാൻ വേണ്ടി പോകുന്നു. അവിടെ കാണുന്ന കാര്യം, പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ബേത്ലഹേമിനെ കുറിച്ച് പറയുന്ന, ആൻഡ് യു ബേത്ലഹേം, ഔട്ട് ഓഫ് യു വിൽ കം എ റൂളർ ഹൂ വിൽ ഷെപ്പേർഡ് മൈ പീപ്പിൾ. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഞാൻ ഇവിടെ കൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. 4 സുവിശേഷങ്ങൾ നമുക്ക് നൽകപ്പെട്ടു. ഇത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ 4 സുവിശേഷങ്ങൾ ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ സുവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ കാണുന്നത് ജൂയിഷ് മശിഹയായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? യേശു കർത്താവിനെ മത്തായിൽ കാണിക്കുന്നത്. മത്തായിൽ കാണിക്കുമ്പോൾ താൻ രാജാവായിട്ട് കാണിക്കുകയാണ്. 4 സുവിശേഷകന്മാരും ഒരു വ്യക്തിയെക്കുറിച്ച് 4 സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ, തൻ്റെ ജീവിതത്തിനകത്തെ വ്യത്യസ്ത അനുഭവങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ജീസസ് ആസ് ദി ജൂയിഷ് മെസ്സയ്യ ആൻഡ് കിങ് എന്ന് പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സഫേഡ് സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ സേവിയർ ആണെന്ന് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എറ്റേണൽ സൺ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ അവൻ സാധാരണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ പുത്രനായി കാണുന്നു. ഇനി ഞാൻ പറയാം, യുവാൻഗേലിയോൻ എന്ന് പറയുന്നത് എന്തുവാ? യെശയ്യാവ് പറഞ്ഞ കാര്യം തന്നിൽ കൂടെ ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടാൻ പോകുന്നെന്ന് യേശു കർത്താവ് വന്ന് തൻ്റെ ജീവിതകാലത്ത് മുഴുവൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഗുഡ് ന്യൂസ് അല്ലേ? പുതിയൊരു രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. അപ്പോൾ ഈ പുതിയ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ നാം അതിൻ്റെ ആരാ? എവിടെ ഏതെനിൽ അധികാരം നഷ്ടപ്പെട്ടു പോയോ ആ അധികാരത്തെ പുതിയ രാജ്യത്തിൽ തൻ്റെ ജനത്തിന് ദൈവം മടക്കി കൊടുക്കുകയാണ്. ആമേൻ. അപ്പോൾ നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്ന് ഞാൻ പറഞ്ഞു. നാം എല്ലാം അധികാരികളാണെന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, യുവാൻഗേലിയോൻ എന്ന് പറയുന്നത് ഒരു പുതിയ കിങ്ഡം, ഒരു പുതിയൊരു രാജാവ് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വരുമെന്നുള്ളതല്ല, ഓൾറെഡി അവൻ എന്ത് ചെയ്തു? വന്നു. രണ്ടാമതിനി അവൻ വരുന്നത് നമ്മുടെ പ്രത്യാശയാണ്, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ, തൻ്റെ സഭയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ, ആ ഗോസ്പൽ, ഒരു ഗുഡ് ന്യൂസ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നൽകി തന്നതിനപ്പുറത്ത് കർത്താവെ ഞങ്ങളെ അതിൻ്റെ ഭാഗമാക്കിയല്ലോ, ഞങ്ങളെ അവിടുത്തെ നാമത്തിന് വേണ്ടി ഞങ്ങളെ വിശുദ്ധീകരിച്ചല്ലോ. വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തത ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞങ്ങൾ കാണുമ്പോൾ, കർത്താവെ, അവിടുത്തെ നാമം ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേലൊന്ന് ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുക. കർത്താവെ, വചനഭാഗങ്ങൾ വീണ്ടും ഞങ്ങൾ അയവിറക്കുമ്പോൾ, ഞങ്ങളിത് പഠിക്കുമ്പോൾ ആ വചനം എന്താണെന്ന് ആഴമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി വിശ്വസ്തമായി നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, വേറൊരു സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, സത്യസുവിശേഷം, ഫുൾ ഗോസ്പൽ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം കൃപ തരണമേ. കർത്താവെ, ഞങ്ങളെ തെറ്റിച്ച് കളയുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ പോരുകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ശാസിക്കണമേ. കർത്താവെ, ദൈവത്തിൻ്റെ കൃപയിലും അഭിഷേകത്തിലും ഞങ്ങൾക്ക് വളരുവാൻ തക്കവണ്ണമുള്ള നല്ല നിലത്തെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ മൂടണം, തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം മാനിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ.